സോ ഗൈസ് ഒരു 1v3 മാച്ച് ഞാനായിരിക്കും ഒറ്റയ്ക്ക് കളിക്കുന്നത്. ടോമ എബി ആൻഡ് അബീത്ത് ആയിരിക്കും ഓപ്പണൻസ്. എനിക്ക് ജയിക്കാൻ പറ്റുമോ എനിക്കറിയില്ല, നോക്കാം. അപ്പോൾ ഇവിടെ 1v3 തുടങ്ങി. അവിടെ സാൻഡയുടെ ഒരു ഉടുപ്പൊക്കെ ഇട്ടാണ് എബിച്ചൻ അവിടെ കളിക്കുന്നത്. അവനെ ഈ വെയിലത്ത് ചൂടടിച്ച് ചാവുമെന്ന് ഞാൻ പറഞ്ഞു, അവന് മനസ്സിലായി എന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ അപ്പോൾ ഒരു പവർ ഷോട്ട് ആൻഡ് ഗോളാന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ തന്നെയാണ് ബോൾ. ഈ ബോൾ എപ്പോഴും എന്നെ തന്നെ തേടിയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. എന്നിട്ടോ അമ്മ എനിക്ക് ബോൾ കൊണ്ടോ വീണ്ടും ഒരു ഫുൾ പവർ ഒരു ഗോൾ. 2-0. ഫുൾ പവർ ഒന്നും ഇല്ല, പതുക്കാനടിച്ചത് ഗോളാണ്. കണ്ട എൻ്റെ മോനെ, എളുപ്പത്തിൽ ഗോളായി. 2-0. വെറും 1 മിനിറ്റ് പോലും ആവുന്നതിന് മുമ്പേ ഞാൻ 2-0 മുമ്പില്ല. അങ്ങനെ ടോമിൻ്റെ പുറകെ ഓടുന്നു, ഞാൻ ടോമിന് മുമ്പേ ഓടുന്നു. ബോൾ എൻ്റെ കിട്ടുമായിരിക്കും. ബോൾ കൊണ്ട് കയറിപ്പോയി. ഇത് ഗോളാണ് ഉറപ്പാണ്. ഗോൾ. 3-0. 3-0. ഞാൻ അങ്ങനെ മുമ്പിൽ എബിച്ചൻ്റെ സാൻഡേർഡ് ഉൾപ്പെട്ട് പറക്കുന്നു, ഓടുന്നു. പക്ഷേ എൻ്റെ തന്നെയാണ് ബോൾ. ഞാൻ എന്താണ് ഇന്ന് ഞാൻ സ്റ്റിൽ വിത്ത് ഞാനങ്ങനെ എബിച്ചനെ മാറ്റി ടോമിനെ മാറ്റിയില്ല. ത്രോ പോയി. അപ്പോൾ ആ ത്രോ ഞാൻ എടുത്തിരിക്കുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്ട് എനിക്ക് ത്രോ തന്നെ എടുക്കാമല്ലോ. നല്ലൊരു സ്കില്ല് കൊണ്ട് ഞാൻ ബോൾ നൈസ് ആൻഡ് ഗോളായില്ല. അഭിജിത്തിൻ്റെ ആദ്യത്തെ സേവ് കളിയിൽ അഭിജിത്തിൻ്റെ ലോങ് ബോൾ, ആരുടെയോ ലോങ് ബോൾ എൻ്റെ കിട്ടിയിരിക്കുന്നു. ഞാൻ അങ്ങനെ കയറിപ്പോയാൻ ഗോളായിട്ടാ മോനെ, അത് ഗോളായിരുന്നെങ്കിൽ. അങ്ങനെ ടോമിൻ്റെ പാസ് എബിച്ചൻ അത് കിട്ടി. പക്ഷെ ഞാൻ ആ ബോൾ പിടിച്ചെടുത്ത്. ആൻഡ് മൈ ഗോഡ്, എന്താണ് തന്നെ കാണിക്കുന്നത്. ഷോട്ടോ. ഓക്കെ, അഭിജിത്തിൻ്റെ മറ്റൊരു സേവാണ് നമ്മൾ കാണുന്നത്. അതിമനോഹരം. അങ്ങനെ എബിച്ചനെ ഞാൻ അങ്ങ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. എബിച്ചനെ അങ്ങനെ സാൻ്റെ ഉടുപ്പോ മാറ്റിക്കളഞ്ഞപ്പോൾ ഞാനവിടെ ഒന്ന് വീണിട്ടുണ്ട്. വെരി നൈസ്, വീണേനെ. അങ്ങനെ ഞാൻ ആ ബോളും കൊണ്ട് പോകുന്നു. എബിച്ചൻ എൻ്റെ പുറകിലോട്ട് പോയി. ഞാനൊരു സ്റ്റെപ്പ് ഓവറൊക്കെ ഇട്ട് ബോളും കൊണ്ട് പോയി. ആൻഡ് ഗോൾ. 4-0. യെസ്, ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ദ ഗോട്ട്. എം ലുക്ക് മാനുവൽ, ജസ്റ്റ് കിഡിങ്. അങ്ങനെ ഞാൻ എൻ്റെ വീണ്ടും ബോളും കൊണ്ടുപോയി. എൻ്റെ അവനവിടെ ഭയങ്കര ബോൾ ഇട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റെപ്പ് ഓവർ ഇട്ട് ബോളും കൊണ്ട് ഷോട്ട് അടിച്ച് അഭിത്ത് സേവ് ചെയ്തു. അങ്ങനെ എന്നെ തന്നെയാണ് ബോൾ എന്നെ വിട്ടു പോകുന്നില്ല. ഞാൻ എൻ്റെ ബോളിനെ വിട്ടു പോകുന്നില്ല. അത് ഗോളായിരുന്നെങ്കിൽ നൈസായിരുന്നു. നൈസ്. അങ്ങനെ എബിച്ചൻ ആ ബോൾ മുന്നോട്ടിട്ട് ഓടിയ അഭിയത്തിലേക്കൊരു പാസ് ഇടറാ. എപ്പോഴാണ് നീ പാസ് ഇടുന്നത്? ഗോൾ. എൻ്റെ പൊന്നളിയാ, അതെങ്ങനെ ഗോളായത്? നല്ല ഗോളായിരുന്നു എന്നാ പറഞ്ഞാലും. ഗോളില്ലാത്ത പോസ്റ്റിലാണെങ്കിലും ഗോളാ. ഓക്കെ, എന്നെ കളിയാക്കി. ഞാൻ എബിച്ചനെ അവിടെ മാറ്റി ടോമിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ടോമിൻ്റെ ബോളിലെ കാലം തട്ടി. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും ഞാൻ ബോൾ എടുത്താൻ മോൻ ഡിഫെൻഡ്. എൻ്റെ തന്നെയാണ് ബോൾ. ഞാൻ ആ ബോൾ പതുക്കെ പുറകോട്ട് കൊണ്ടുപോയി. ആൻഡ് എബിച്ചനെ മാറ്റി. പക്ഷേ ബോൾ പോയി. അങ്ങനെ എബിച്ചൻ ടോമിൻ്റെ ത്രോ ഇട്ട് കൊടുത്തിരിക്കുന്നു. അവിടെ ആരെ കണ്ടിട്ടാണോ ആ ബോൾ എറിഞ്ഞത് എനിക്ക് അവൻ പറഞ്ഞു തന്നായിരുന്നെങ്കിൽ നൈസായിരുന്നു. വീഡിയോ അത് പറയായിരുന്നു. ആൻഡ് മൈ ഗോഡ്, ഗുഡ് സേവ് ചെയ്തവേ. അങ്ങനെ ടോം ആ ബോൾ കൊണ്ട് എൻ്റെ മുന്നിൽ കൂടെ ഓടാൻ ശ്രമിക്കുന്നു. അവൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. സ്റ്റിൽ ടോം എബിച്ചിനെ പാസിട്ട് എബിച്ചിനെ ബോൾ മുന്നോട്ട് വെച്ച് ഞാൻ മുന്നിൽ കയറിയ ബോൾ പിടിച്ചോ. എബിച്ചിനെ ഡ്രിബിൾ ചെയ്യാനാണ് ശ്രമിച്ചത്. എബിച്ചിനെ ഇടയ്ക്ക് കയറി ബോൾ കൊണ്ട് ഷോട്ട്. ഗോളായില്ലോ. നൈസ്. ഏതാ നൈസ്, നല്ലൊരു ബോഡി ഫേക്ക്. ആൻഡ് എറ്റ് ഗെയിൻ ആൻഡ് ഗോൾ. 5-1. വാവ്. അത് നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ. എബിച്ചിനെ സിമ്പിളായിട്ട് ഞാൻ മാറ്റി. എബിച്ചിന് ഇപ്പോൾ അവിടെ വീണേനെ. ടോമിനെ ഞാൻ മാറ്റി ഇച്ചിരി പാടുപെട്ടായിരുന്നെങ്കിലും സിമ്പിളായിരുന്നു. കണ്ടോ, എബിച്ചിനെ മാറ്റിയതിനേക്കാളും സിമ്പിളായിട്ട് ടോമിനെ മാറ്റി. ഷോട്ട്. അഭിജിത്തും വീണു. വാവ്, ഡൈവിങ് വരെ തിരിച്ചു ബോൾ. അങ്ങനെ ഞാൻ ആ ബോൾ എടുത്ത് പിന്നെ ഗൈസ്, ഈ മാച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോൾ ഏതാണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഏറ്റവും നല്ല ഗോൾ ഏതാണെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാവുമല്ലോ. അത് നമുക്ക് ഷോർട്സ് ഇടാം. ഏതാ വൈബ്. അങ്ങനെ ഞാൻ ആ ബോളും കൊണ്ട് ഡാൻസ് കളിക്കുന്നു. ഷോട്ട്. ഓക്കെ, അതിന് വേണ്ടിയാണ് അത്രയും ഷോ കാണിച്ചത്. ഇത് വീണ്ടും എൻ്റെ തന്നെ ത്രോ എറിഞ്ഞ ബോളാണ്. ആകാശത്തോട്ട് പോയിട്ടുണ്ട്. വീണ്ടും ത്രോ. എനിക്ക് ത്രോ കൊണ്ട് ഞാൻ അടുത്ത് സത്യം പറഞ്ഞ, പക്ഷേ എനിക്ക് ഗോൾ ഇടിച്ചാൽ പോരെ. അങ്ങനെ ഷോട്ട്. ഗോൾ. 6-1. വാമോസ്. മോനെ, അഭിജിത്ത് എബിയും ടോമും അവിടെ ഉണ്ടായിരുന്നിട്ടും ഗോളായി. ബോൾ നേരെ പോസ്റ്റിനുള്ളിലേക്ക്. ഞാനങ്ങനെ എബിനെ ചെറുതായിട്ടൊന്ന് മാറ്റി. ടോമിനെ മാറ്റാൻ പറ്റുന്നില്ല, കാരണം എബിച്ചിൻ എന്നെ പുറകെ നിന്ന് നല്ലപോലെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ബോൾ ഇട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് ബോളിൻ്റെ കൺട്രോളിൽ നിന്ന് ഇതുവരെ പോയില്ല. ആൻഡ് ഷോട്ട്. ഓക്കെ, മൈ ഗോഡ്. നെറ്റ്വർക്ക്. അങ്ങനെ ഞാൻ ബോളും കൊണ്ട് കയറിപ്പോയി. ചോപ്പ് ആൻഡ് ഗോ. മൈ ഗോഡ്. ഓക്കെ, അവർക്ക് ത്രോ അല്ലേ എൻ്റെ മോൻ. അത് ഗോളല്ലേ? അത് ഗോൾ. ഓക്കെ, VAR നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങനെ ബോളൊന്ന് പോയി. എൻ്റെ ഷോ കാണിച്ചു. അകത്തോട്ടല്ലേ അത് പോയത്? അല്ല, ജാറിൻ്റെ മേളിൽ കൂടെ. ഓക്കെ, VAR വെച്ച് നന്നായി. നോ ഗോൾ. അങ്ങനെ ടോം എന്താ എബിച്ചനിലേക്ക് ലോങ് ത്രോ. പക്ഷേ എബിച്ചൻ എനിക്കിട്ടാണ് ആ ബോളും കൊണ്ട് അടിച്ചത്. നോ പ്രോബ്ലം. സ്റ്റിൽ വിത്ത് എം ലുക്ക് മാനുവൽ. ഗോട്ടെന്ന് സ്വയം വിചാരിക്കുന്നവൻ. അൺഷോട്ട് കൊണ്ടുപോയി പോസ്റ്റ് അടിച്ച് കളഞ്ഞിരിക്കുന്നു. ഒന്നും വലുതായിട്ട് സംഭവിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നോണ്ടിരുന്നപ്പോൾ ഊപ്സ്. ഓ മൈ ഗോഡ്. അങ്ങനെ അഭിജിത്തിൻ്റെ ത്രോ, അതും എനിക്ക് എൻ്റെ മുന്നിലോട്ടാണ് പോകുന്നത്. ഇവരെ ത്രോ എറിയുന്നതെല്ലാം എനിക്കാണ് കിട്ടുന്നത്. നെറ്റ്മക് ആൻഡ് ബോൾ ഞാൻ പിടിച്ചെടുത്തിരിക്കുന്നു. എംനൽ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? അഭിജിത്തിനെ ഞാൻ ഉറക്കത്തിലേക്ക് വിട്ടിരിക്കുന്നു. ആൻഡ് ഗോൾ. 7-1.
എബിച്ചൻ അവിടെ ഇരുന്ന് കളി കാണാൻ പോയി. അതുകൊണ്ട് എനിക്ക് ഗോൾഡിക്ക് എളുപ്പമായി. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഞാൻ ഗോൾഡിക്കുന്നു. അങ്ങനെ ആ ബോളും കൊണ്ടായി എനിക്ക് തന്നെ കിട്ടിയിരിക്കുന്നു. ഞാൻ ഓക്കെ ചെറിയൊരു അടിപൊളി പരിപാടിയായിട്ട് ഗോൾ. എബിച്ചൻ എന്നെ കണ്ടപ്പോഴേ അപ്പുറത്തോട്ട് മാറാൻ പോയി. പിന്നെ എങ്ങനെയാണ് അത് ഗോളാവാതിരിക്കുന്നത്? കുഴപ്പമില്ല മാൻ, യു ട്രൈഡ് യുവർ ബെസ്റ്റ് എന്നെനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ ശ്രമിച്ചില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ടോം എന്നെ ട്രിപ്ലേഷൻ വയ്ക്കുന്നുണ്ട്. സ്റ്റിൽ വിത്ത് ടോമിൻ്റെ ഒരു നല്ല പാസ്, ഗോൾ. 8-2. ഓൾ റൈറ്റ്. ഞാനാണ് ബോൾ കൊണ്ട് പ്രൈം എംനിൽ. വൗ, സിമ്പിൾ. എബിച്ച് ഞാൻ പവർ ഷോട്ട് അടിക്കും അതുകൊണ്ട് ഞാൻ അവിടെ ചുമ്മാ ഒന്ന് തൊട്ട് വിട്ടാൽ ബോൾ ഗോളായി. ഏതാ വൈബ്. അങ്ങനെ എബിച്ചിന് ആ ബോൾ അടിച്ച് ആകാശത്ത് കളഞ്ഞില്ല, അഭിജിത്താണ് കളഞ്ഞത്. ഞാൻ അവിടെ സ്റ്റെപ്പ് ഓവറൊക്കെ എടുത്ത് എന്തൊക്കെയാണോ എന്തോ. ഓക്കെ, അങ്ങനെ സ്റ്റിൽ വിത്ത് എംനൽ ലൂക്ക് മാനുവേൽ ഓ മൈ ഗോഡ്, അത് മിസ്സാക്കിയിരിക്കുന്നു. അങ്ങനെ ത്രോ അഭിജിത്തിൻ്റെ തല തട്ടി എബിച്ചനിലേക്ക്. എബിച്ചൻ ടോമിന് വാസിട്ടിരിക്കുന്നു. ടോം എനിക്ക് തന്നിരിക്കുന്നു. വെരി ഗുഡ്. നമ്മുടെ ടീമല്ല എന്ന് നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിവിടെ വീണാനിപ്പോൾ ഭാഗ്യം, ആരും കണ്ടില്ല, ഞങ്ങൾ വെച്ച്. യെസ്, അഭിജിത്തിനെ ഞാൻ വട്ടം കളിപ്പിച്ചു. ആൻഡ് ടോമിനെ എങ്ങനെ ഞാൻ മാറ്റുന്നത്? ഓഹോ നൈസ്. ഷോ കാണിക്കില്ല, ഷോ കാണിച്ചത് കൊണ്ട് കളഞ്ഞില്ലല്ലോ. ഗോൾ. സിമ്പിളായിട്ട് ടോമിനെ ഞാൻ മാറ്റി. ആൻഡ് ഒരു ഷോട്ട്. ടോമിൻ്റെ കാലവിടെ വന്നാൽ പോയേനെ, പക്ഷേ എബിച്ചൻ ഭാഗ്യം കൊണ്ട് മാറ്റുന്നു. എബിച്ചൻ ഏതാ നെയ്മർ എന്ന ചെക്കൻ്റെ വിചാരം. എന്നാ കളി, തീമോൻ ഫയർ. അങ്ങനെ ഞാൻ ആ ബോളും കൊണ്ട് എബിച്ചനെ സിമ്പിളായിട്ട് മാറ്റി. പക്ഷേ ഇടയ്ക്കേറി ടോം വന്ന് കുളമാക്കി. നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. നെറ്റ്മഗ് ആൻഡ് ഗോൾ. 11-2. ഞാൻ ഈ കളി തോക്കും ഓർത്തത്. 11 ഗോൾ ഞാൻ തന്നെ അടിച്ചു. അങ്ങനെ എബിച്ചൻ ആ ബോളും കൊണ്ട് ഇതേ കാര്യം കുറേ കളി നേരമായിട്ട് ഇതേ കാര്യം സംഭവിക്കുന്നത്. എബിച്ചൻ ബോളും കൊണ്ട് ഓടുന്നു, ഞാൻ മുമ്പിൽ കയറിയത് അവനെ ഡിഫെൻഡ് ചെയ്യുന്നു. നൈസ്, പ്രതി നൈസ്. ടോമിനെ ഞാൻ മാറ്റി, എബിച്ചനെ ഞാൻ മാറ്റി. ആൻഡ് സേവ്. ഗുഡ്, വെരി ഗുഡ്. അഭിജിത്തിൻ്റെ കൈക്കിട്ടാണ് ആ ബോൾ കൊണ്ട്. സോറി മാൻ, ഒന്നും മനഃപൂർവ്വമല്ല. അങ്ങനെ ഞാൻ ആ ബോളും കൊണ്ട് ടോമിനെ ഡ്രിബിൾ ചെയ്ത് മാറ്റിയാണ് ഷോട്ട്, അതും സേവ് ചെയ്തു. സ്റ്റിൽ ടോം ശാന്തി ഓശാന. അങ്ങനെ ടോം ആ ബോൾ എബിക്ക് കൊടുത്തു. എബിയെ ബോൾ മുന്നോട്ടിട്ട് എനിക്ക് വന്നു. വീണ്ടും ഒരു ബോഡി ഫേക്കിലോട്ട് അവനെ മാറി കിടന്നു. ബോഡി ഫേക്ക് മെസ്സിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് കേട്ടിട്ടുണ്ട്. കൺട്രോൾ പോയിട്ടും ഗോൾ അടിച്ചിട്ടാണ് ഞാൻ വീഴാൻ പോയത് ഗൈസ്. ഞാൻ വീണുമില്ല, വേറൊരു കാര്യം. 12ാമത്തെ ഗോളാണ് നിങ്ങളവിടെ കാണുന്നത്. അങ്ങനെ ടോം എന്നെ ഡ്രിബിളായി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ബോൾ അടിച്ച് വെറുതെ കളഞ്ഞു. ഞാൻ നെറ്റ്മഗ് 13-2. അത് വളരെ സിമ്പിളായിട്ടൊരു ഗോൾ അടിച്ചു. ഭാഗ്യം ടോം ഡിഫെൻഡ് ചെയ്യാൻ വരാതിരുന്നത്. കണ്ടോ, അവരുടെ കാലം അങ്ങനെ വെച്ച് വന്ന് ഇന്നെ കറ്റിക്കൊള്ളാൻ പറഞ്ഞു. സിമ്പിളായിട്ട് ഞാൻ ഗോൾ അടിച്ച്. അങ്ങനെ ടോം മാത്രമോ എനിക്കല്ല എബിച്ചനാണ് കൊടുത്തത്. ഭാഗ്യം എബിച്ചൻ ആ ബോൾ എനിക്ക് തന്നല്ലോ. ഇപ്പോൾ വീണേനെ. നൈസ് സേവ്. സ്റ്റിൽ വിത്ത് എംനൽ. എന്തിനടാ ഈ കാണിക്കണത്? ആൻഡ് ഷോട്ട്. ഓക്കെ, അഭിജിത്തിൻ്റെ പാസ് എബിച്ചന് കിട്ടിയില്ല, എനിക്ക് കിട്ടി. ഇത് കുറേ നേരമായിട്ട് ഞാൻ തന്നെയാണ് ഈ ബോൾ കൊണ്ട് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഹൈലൈറ്റ്സ് കാണുന്ന പോലെ എനിക്ക് തോന്നുന്നു. കണ്ടോ, സിമ്പിളായിട്ട് എല്ലാവരും ട്രിപ്പിൾ ചെയ്ത് ഷോട്ട് അടിച്ച് കളയും. അതേ വീണ്ടും എനിക്ക് തന്നെ ത്രോ. ഉമാർ അറ്റാക്ക് ചെയ്യാൻ പോലും നോക്കുന്നില്ലല്ലോ. സ്റ്റിലോൻ. നല്ലൊരു അടിപൊളി സ്റ്റെപ്പ് ഓവർ ആൻഡ് നൈസ് പ്രിറ്റി നൈസ്. ആൻഡ് ഗോളായില്ലടാ മോനെ, അതും അവൻ ചെയ്ത ഗോളായിരുന്നെങ്കിൽ. എല്ലാവരും നല്ല ഗോൾ കമൻറ്റാണ്. അങ്ങനെ സ്റ്റിൽ എംനൽ ഒരു വെറൈറ്റി ട്രൈ ചെയ്തതാണ്. ഭാഗ്യം ബോളിൻ്റെ തല തട്ടി തിരിച്ചു പോയി. എന്തടാ ഇതൊക്കെ. അങ്ങനെ എബിച്ചിൻ്റെ ലോങ് ത്രോ എനിക്കാണ് ആ ബോൾ ഇട്ടത്. ഞാൻ റൂളറ്റൊക്കെ ഇട്ട് ഓക്കെ, ബോൾ എൻ്റെ കയ്യിൽ. ടോമിനെ ഞാൻ ഫേക്ക് ഇടാൻ നോക്കി, ടോം ഫേക്ക് ആയില്ല. ആൻഡ് ഷോട്ട്. ഓക്കെ, എബിച്ചൻ ഇടയ്ക്ക് കയറി ഡിഫെൻഡ് ചെയ്തിരുന്നു. എബിച്ച നമുക്ക് തുടക്കം പോലും ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ മേലായിരുന്നു. ഞാൻ ഒരു ഗോൾ അടിക്കുകയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ടോം അടുത്ത നോർത്തപ്പത്തെ അവൻ കുത്തി കയറാൻ വരുന്നു. നൈസ് ആൻഡ് ഗോൾ. അങ്ങനെ ഗോളായ സിമ്പിൾ ഗോൾ. 14ാമത്തെ ഗോളാണത്. വളരെ സിമ്പിളായിട്ട് രണ്ടുപേരുടെ അഭിജിത്തിൻ്റെ നട്മക്കാണ് അത്. അഭിജിത്തിന് തന്നെ 2 പ്രാവശ്യം നട്മക്ക് കിട്ടാണ് ലാസ്റ്റത്തെ 2 ഗോളെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എബിച്ചൻ കയറിപ്പോയി, പക്ഷേ ആ ബോൾ എനിക്ക് കിട്ടിയിരിക്കുന്നു. ഞാൻ ആ ബോളോ നട്മക്കാണോ അത്? നട്മക്ക് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അഭിജിത്ത് ഇടയ്ക്ക് വരുന്നത് കുളമാക്കി. അപ്പോൾ ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ മാച്ച് 14-2 ഇവിടെ തീരുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നതെന്ന് പറയുന്നത് നല്ല വാക്കല്ലേ? യെസ്, അതെന്ന് തോന്നുന്നു. അപ്പം അവിടെ ഒരു നല്ല ഷോട്ടും വന്നു, അതും കൂടെ പറഞ്ഞേക്കാം. അപ്പോൾ നല്ല ഗോൾ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ഇടുക, പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഹൈപ്പ് ചെയ്യണം. ഓക്കെ, ആരും ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് ഒരു 500 ഹൈപ്പയിലേക്ക് കിട്ടണം. അപ്പോൾ ലെറ്റ്സ് ഗോ സബ്സ്ക്രൈബ്.